മഞ്ചാടിയും ജീവനും തമ്മിൽ ഇപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. രണ്ടുപേരും വിചാരിക്കുന്നത് അവരുടെ പ്ലാൻ ആരും അറിഞ്ഞിട്ടില്ലെന്ന്. ഇത് നമ്മൾ ആണുങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടാ സീക്രട്ടായിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മുടെ ഭാര്യമാരാരെങ്കിലും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മഞ്ചാടിയുടെ ചെകിടത്ത് എപ്പോഴേ അടി വീണാന്നെ. ആ രഘുട്ടാ, അത് മാത്രമാണോ ഇത്തവണത്തെ വിഷുവും കൊളാവും? ദാസങ്ങളും അമ്മാവനും ഒക്കെ അമ്മാവന്റെ മുറി കിടക്കട്ടെ, സ്ത്രീകളും കുട്ടികളും ബാക്കിയുള്ള 2 മുറിയിലായിട്ട് കിടക്കട്ടെ. നമുക്കിവിടെ ഹോളിൽ വെച്ച് കിടക്കാം. അതുപോലെ മതി രഘുട്ടാ, അത് മതി. ഇപ്പൊ തന്നെ 12 മണി ആവാറായി. ഇനി കുറച്ച് സമയത്തേക്കല്ലേ. എന്നാ വാ, ഞാൻ വിരിച്ചു വെച്ചിട്ടുണ്ട്, കിടക്കാം. രഘുട്ടാ, കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കരുത് രഘുട്ടാ. നന്നായിട്ട് ഉറക്കം വന്നിട്ട് കിടക്കാം. ഞാൻ എന്തിനും റെഡി. മറ്റേ കാര്യം ദാസങ്ങളെന്ന് അച്ഛനോട് പറയോ രഘുട്ടാ? ഇല്ല പിന്നെ ഇന്നമ്മാവനിത് അറിഞ്ഞ വിഷു ആകെ കുളമായിപ്പോ. അതിന് ദാസങ്ങൾ തയ്യാറാവില്ല. ഏതായാലും നാളെ വൈകിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുൻപേ അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ രഘുട്ടാ? അച്ഛൻ ഈ വിഷുവിന് മഞ്ചാടിയുടെ കാര്യത്തിൽ എന്തോ ഒരു സർപ്രൈസ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലേ? അതെ, മുത്തശ്ശിയുടെ കുഞ്ഞമ്മയുടെ സാന്നിധ്യത്തിൽ പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? ഇനി അമ്മാവും മഞ്ചാടിക്ക് ഏതെങ്കിലും പയ്യനെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാനാണെങ്കിൽ അവൾ അപ്പം തന്നെ കയറി ഉടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മഞ്ചാടി തന്നെ പബ്ലിക്കായി ജീവൻ രാജിന്റെ വിഷയം വെളിപ്പെടുത്താനും മതി. എങ്കിൽ പിന്നെ അപ്പം തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ആവുമല്ലോ. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ടെൻഷനില്ല. അച്ഛൻ മഞ്ചാടിയുടെ കാര്യത്തിൽ കരുതി വെച്ച സർപ്രൈസ് കല്യാണാലോചനയൊന്നും ആവാനുള്ള സാധ്യതയില്ല. അത് മറ്റെന്തോ ആണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അത്. ഇനി ആ ഗിഫ്റ്റ് മഞ്ചാടിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവളെ ജീവൻ രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയേക്കും. അല്ലെങ്കിലും ജീവൻ രാജുമായുള്ള അവളുടെ ബന്ധത്തെ ഇവിടെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ശബരി. അത് നമ്മൾ മുറിച്ച് മാറ്റിയിരിക്കും. അതെ, ഒരിക്കൽ നമ്മൾ ആ ജീവൻ രാജന് വാണിംഗ് കൊടുത്തതാ. അന്ന് അവൻ പറഞ്ഞത് അവനായിട്ടൊരു ബന്ധവും സ്ഥാപിക്കില്ലെന്നാ. പക്ഷേ അവൻ അറിയാതെ രജിസ്റ്റർ ഓഫീസിൽ ഒരിക്കലും 2 പേരുടെ ഫോട്ടോ ഒരുമിച്ച് വരില്ലല്ലോ. അവനെ നമുക്കൊന്നുകൂടെ ഒന്ന് കാണണം. പിന്നെ നാളത്തെ ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. വാ ശബരി, ഇരിക്കും.